യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക ചൂഷണ കേസിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് അതിജീവിത നേരിട്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. എംഎൽഎക്കെതിരെ അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകുകയും ചെയ്തു. ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെട്ട പരാതിക്കൊപ്പം ഡിജിറ്റൽ തെളിവുകളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് കൈമാറിയെന്നാണ് വിവരം. പരാതി നൽകിയതിന് പിന്നാലെ യുവതി കുഴഞ്ഞു വീണതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഭീഷണിയും അധിക്ഷേപവും തുടർന്ന സാഹചര്യത്തിൽ യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് യുവതിയുടെ നിർണായക നീക്കം. യുവനടിയുടെ വെളിപ്പെടുത്തലിൽ അധ്യക്ഷ സ്ഥാനം പോയ രാഹുൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞ ഗർഭഛിദ്ര ആരോപണങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയപ്പോഴായിരുന്നു യുവനടിയുടെ നിർണായക വെളിപ്പെടുത്തൽ, അതും തെളിവുകൾ സഹിതം. യുവരാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ് രംഗത്തെത്തി. മണിക്കൂറുകൾക്കുള്ളിലാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷപദം രാഹുൽ വിട്ടൊഴിഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഹു കെയേഴ്സ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉയരുന്നത്. പല സ്ത്രീകളുടെയും പേരുകൾ പറയുന്നു. നിയമവിരുദ്ധമായി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് അറിവുണ്ടോ എന്നും രാഹുൽ ചോദിച്ചിരുന്നു. നിയമപരമായി നീങ്ങാനും രാഹുൽ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ മാറി വെളിപ്പെടുത്തലിലേക്ക് എത്തിയതോടെ രാഹുലിനെ സംരക്ഷിച്ചിരുന്നവർ കൈവിട്ടു. അശ്ലീല സന്ദേശം അയച്ച് നിരന്തരം ശല്യം ചെയ്തുവെന്നും സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നാണ് നടിയുടെ ആരോപണം. അയാളുടെ പാർട്ടിയിലെ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നും നടി പറഞ്ഞിരുന്നു. ആ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്കും ഇയാൾ ശല്യമാണെന്നാണ് റിനിയുടെ വെളിപ്പെടുത്തൽ. നേതാവിന്റെ പേര് വ്യക്തമാക്കിയില്ലെങ്കിലും ഏതെങ്കിലും പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ തേജോവധം ചെയ്യാനില്ല. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ പല മാന്യദേഹങ്ങളും ഹു കെയേഴ്സ് എന്നാണ് പറയുന്നതെന്ന് റിനി പരാമർശിച്ചിരുന്നു. ആരോപണങ്ങൾ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചുവെന്ന് അവർ കുറ്റപ്പെടുത്തി. ആരോപണങ്ങൾ പുറത്തുവരും മുൻപ് തന്നെ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു. അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ശേഷം ലഭിച്ച വിവരങ്ങളിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് നടി റിനി ആൻ ജോർജ്. വളരെയധികം സന്തോഷമുണ്ടെന്നും എത്ര അസത്യ പ്രചരണങ്ങൾ നടത്തിയാലും സത്യം വിജയിക്കും എന്നുള്ളതിന്റെ തെളിവാണിതെന്നും റിനി പറഞ്ഞു.